ഇന്നുവരെ ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന, ഇന്നുവരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസത്തിൽ നിന്ന്, ആ വെല്ലുവിളിന കടബാധ്യതയിൽ നിന്ന് എനിക്ക് ആ ഒരൊറ്റ സ്പർശനം മതി. ആ വചനത്തിലൂടെയുള്ള ഒരു തൊടൽ മതി. ആ ഒരു നീട്ടപ്പെട്ട കരത്തിൻ്റെ ശക്തി എനിക്ക് മതി. എൻ്റെ അവസ്ഥ മാറ്റം വരുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുവാണ്. അതേ കരം ഇന്ന് എന്നിലേക്ക് നീളുന്നു. അതേ കരം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നീളുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ശാപത്തിൻ്റെ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലായിക്കൊള്ളട്ടെ, എത്ര വലിയ തിന്മയുടെ കോട്ടയ്ക്കുള്ളിലായിക്കൊള്ളട്ടെ, നീട്ടപ്പെട്ട ദൈവകരത്തിൻ്റെ ഒരു സ്പർശനം മതി ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ. നീട്ടപ്പെട്ട ദൈവകരത്തിൻ്റെ ആ ഒരു സ്പർശനം മതി ഇന്നുവരെ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി പുറത്തു വരാൻ. ഈ വചനം വായിക്കുമ്പോൾ 40-ാമത്തെ വചനമുണ്ട്. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി എന്നൊരു വാക്കുണ്ട്. എവിടെയേലും നിന്ന് നിരാശ പറയുമല്ല, എവിടെയേലും ഇരുന്ന് ഞാനിങ്ങനെ ജീവിച്ച് മരിച്ചോട്ടെ എന്ന് പറയുമല്ല. കുഷ്ഠരോഗി വിശ്വാസത്തോടെ അവൻ്റെ അടുത്തെത്തി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്തായി എന്നുള്ളത്. ഇന്ന് അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ പ്രാർത്ഥനയോടെ വരുന്ന ഓരോരുത്തരും വരുന്നത്, ഒത്തിരി യാത്ര ചെയ്തു വരുന്നത്, ഒരു തുള്ളി ഒരു അല്പം പോലും ഉറങ്ങാതെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇവിടെ വരുന്നവരുണ്ട്. ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അതിനെ ദൈവം അനുഗ്രഹം തന്ന് അനുഗ്രഹിക്കാതിരിക്കില്ല. ദൈവസന്നദ്ധിയിൽ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു നിയോഗം വെച്ചിരിക്കുക, ഒരു പ്രാർത്ഥന മുട്ടുകുത്തി ഒരു നിയോഗം സമർപ്പിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? മനസ്സുണ്ടെങ്കിൽ ഞാൻ മടുത്തു, എൻ്റെ ശരീരത്തിലെ വേദനയും അസ്വസ്ഥതയും കൊണ്ട് ഞാൻ മടുത്തു, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയൂ. അപ്പോൾ യേശു ചെയ്തത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധി വരട്ടെ എന്നൊരു വാക്ക് പറയുമല്ല, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡൗൺ ആയിരിക്കുവാണോ, നിരാശയോടെ ഇരിക്കുവാണോ, നീട്ടപ്പെട്ട കരങ്ങൾ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു. അതേ ശക്തിയുള്ള കരം നിന്നെ തൊടുന്നു. അതേ ശക്തിയുള്ള കരം നിന്റെ കുടുംബത്തെ തൊടുന്നു. അതേ ശക്തിയുള്ള കരം നിന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം വരാൻ നിന്നെ തൊടുന്നു. അതേ ആ കരം നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ തൊടുന്നു. അതേ കരം ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തെയും തൊടും. അതേ കരം ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ അൾത്താരയിൽ ഈ പ്രത്യേക സ്ഥലത്ത്, പ്രാർത്ഥനയുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകുവാൻ എഴുതിയിട്ടിരിക്കുന്ന ഓരോ നിയോഗത്തിന്, ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഇതേ കരം വന്ന് തൊടും. അതൊരു അത്ഭുതത്തിന് കാരണമാകട്ടെ. നമ്മൾ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ ശക്തിപ്പെടും. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ഈ ആലയത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാ സമയം പോരാത്ത വിധത്തിൽ, സമയം തികയുന്നില്ല, സാക്ഷ്യം പറയുവാൻ സമയം തികയുന്നില്ല. അത്രമേൽ ദൈവം ഓരോ വ്യക്തികളെയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ദിനം പ്രതി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെയും ഓർക്കുകയാണ്.